ഹായ് ഓൾ, LGS പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് ഇനി പഠിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയൊരു സംശയമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ LGS പരീക്ഷ ക്രാക്ക് ചെയ്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് സംസാരിച്ച് നോക്കുക. അവർ തന്നെ പറയുന്നുണ്ട്, എനിക്ക് പരീക്ഷ കിട്ടുമോ എന്ന് ഭയങ്കര സംശയമായിരുന്നു. പക്ഷേ എൻ്റെ ഹാർഡ് വർക്ക്, കഠിന അധ്വാനമാണ് എന്നെ അവിടെ എത്തിച്ചത്. ഇപ്പം LGS ആണെങ്കിലും അതെ, ഏത് പരീക്ഷയ്ക്കാണെങ്കിലും നമ്മൾക്ക് വിജയിക്കണമെങ്കിൽ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഹാർഡ് വർക്കും അതോടൊപ്പം സ്മാർട്ട് വർക്കും വേണം, അല്ലേ? ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് നോക്കിക്കേ, നിങ്ങളുടെ സിലബസ് പൊതുവിജ്ഞാനമുണ്ട്, അതിനകത്തില അതുപോലെ ആനുകാലിക വിഷയങ്ങളുണ്ട്, സയൻസ് ഉണ്ട്, പൊതുജനാരോഗ്യമുണ്ട്, മാത്സ് ഉണ്ട്. ഇത്രയുമാണ് നമ്മുടെ LGSന്റെ സിലബസ്. ഇംഗ്ലീഷ് ഇല്ല. അപ്പം അത് ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ചില ഉദ്യോഗാർത്ഥികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഇതുവരെ പഠനം ഒന്നും ആരംഭിച്ചിട്ടില്ലാത്തവർ ഇനി പഠനം അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ GKയിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന്, നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ബയോളജിയിൽ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവറിവ്, അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസും അതിൻ്റെ ഫങ്ഷൻസ്, അതിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും, ഓരോ വൈറ്റമിൻസും അതടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസുകളും. അതുപോലെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നമ്മൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് പഴയത് കുറച്ച് അങ്ങനെ പഠിക്കരുത്. ഫുള്ള് നമ്മുടെ കറണ്ട് അഫെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ വരെയും നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ രോഗങ്ങളും രോഗകാരികളും എന്നതിൽ ഓരോ രോഗങ്ങളും പരത്തുന്നത് ആരാണ്, അത് ഒരു ഏരിയ ഉണ്ട് ബയോളജിയിൽ നിന്ന്, അതും പഠിക്കണം. ദെൻ കെമിസ്ട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആറ്റത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, അതുപോലെ ആധുനിക ആവർത്തന പട്ടിക, ഓരോന്നിൻ്റെയും പ്രതീകങ്ങൾ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇതൊക്കെ നമ്മൾ കെമിസ്ട്രിയിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബയോളജിയിലേക്ക് പോയി കഴിഞ്ഞാൽ ശബ്ദം പഠിക്കണം. ഫിസിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ശബ്ദം, ചലനം, അതൊക്കെ ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇനി നമ്മുടെ ഭരണഘടനയിലേക്ക് വരികയാണെങ്കിൽ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭ, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, നിർദ്ദേശക തത്വങ്ങൾ, പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ, റിട്ടൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. ഇതെല്ലാം നമ്മൾ ഭരണഘടനയിൽ നിന്ന് ആദ്യം തന്നെ പഠിച്ചു മാറ്റുക. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം, അതായത് ഓരോ ജില്ലകളും ആ ജില്ലകളുടെ പ്രത്യേകതകൾ, അതെല്ലാം പഠിക്കണം. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ, കായലുകൾ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അതായത് ഏറ്റവും വലിയ കായൽ, ഏറ്റവും വലിയ ശുദ്ധജല തടാകം, അതുപോലെ ഒരു നദികൾ എവിടെ നിന്നാണ് അത് ഒറിജിൻ ചെയ്യുന്നത്, അതുപോലെ അന്തരീക്ഷത്തിലെ പാളികൾ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അതിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കണം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഹിസ്റ്ററിയിൽ നിന്നും നമ്മുടെ കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ, അതായത് അഞ്ചുതെങ്ങ് മുതൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാർ, അതായത് പ്രധാനമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നവോത്ഥാന നായകന്മാർ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, ചട്ടമ്പി സ്വാമികൾ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. അപ്പോൾ ഈ ഒരു നവോത്ഥാന നായകന്മാരെ എടുത്തു കഴിഞ്ഞാൽ അവർ ജനിച്ചത്, അന്തരിച്ചത്, അവർ സ്ഥാപിച്ച പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ, അവരുടെ കൃതികൾ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് തയ്യാറാകുന്ന ഒരാൾ ആദ്യം പഠിച്ചു തീർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് ഇതങ്ങ് പഠിച്ചു തീർക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ CA, അതായത് കറണ്ട് അഫെയറും. അപ്പോൾ ഈ കറണ്ട് അഫെയർ 2024 നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നതിന് ഒരു മാസം മുമ്പുള്ള കറണ്ട് അഫെയർ, 2023 ഫുള്ള് പഠിക്കണം. 2022, 2021 കാലയളവിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ്, അവാർഡുകളൊക്കെ പഠിക്കുക. അപ്പോൾ ചന്ദ്രയാൻ 3 വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസുകളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾ ഓരോ ജില്ലകളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, അല്ലെ ഓരോ പ്രത്യേകതകളും ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. പിന്നെ അടുത്തത് മാത്സ് പഠിക്കാതെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും
ഒരു ടോപ്പിക് എടുത്ത് പഠിച്ചു. ഇപ്പം ഇന്ന് ഞാൻ പഠിക്കുന്നത് LCM ആണ്. ആ ഒരു ടോപ്പിക്കാണെങ്കിൽ അടുത്ത 2-3 ദിവസങ്ങളിൽ അതിൽ നിന്നും വരുന്ന മാക്സിമം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. വീണ്ടും അടുത്ത ഒരു പുതിയ ടോപ്പിക്കിലേക്ക് പോവുക, അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. മാത്സ് ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്, പക്ഷെ നമ്മൾ അതിനെ പതുക്കെ അങ്ങോട്ട് സ്നേഹിച്ച് തുടങ്ങുക. അപ്പം നമുക്ക് ഈസി ആകും. ഇതുപോലെ തന്നെ നിങ്ങളിപ്പം വീട്ടമ്മയോ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളോ ഒക്കെ ആണെങ്കിൽ ഒരു ഫിക്സഡ് ടൈം നമ്മൾ ഒരിക്കലും പഠിക്കാനായിട്ട് വെക്കേണ്ട. ഈവൻ നമുക്കൊരു 5 മിനിറ്റ് കിട്ടുന്നുണ്ടോ ആ സമയത്ത് അങ്ങ് പഠിച്ചേക്കണം. എടുത്തു വെച്ച് 2 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചാൽ അത്രയും വലിയ കാര്യമല്ലേ. അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികളെ ഉറക്കുമ്പോഴോ ഭക്ഷണം കൊടുക്കുമ്പോഴോ ഹെഡ്ഫോണൊക്കെ വെച്ച് കഴിഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ കേൾക്കാം. എനിക്കിഷ്ടം ഒരുപാട് യൂട്യൂബ് ചാനലുകൾ, ഒരുപാട് കോണ്ടന്റ് അവൈലബിളാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സാറിൻ്റെ അല്ല ടീച്ചറിൻ്റെ ക്ലാസ് കൊള്ളാം, അതങ്ങ് കേട്ടോ. ഇന്ന ആളൊന്നും ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള ആളെ നമുക്ക് അങ്ങനെ വെച്ചങ്ങ് പഠിച്ചങ്ങ് പോകാം. പിന്നെ നമ്മൾ പതുക്കെ അങ്ങോട്ട് മോക്ക് ടെസ്റ്റ് എഴുതി തുടങ്ങണം. നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതാൻ OMR ഷീറ്റ് നിങ്ങളുടെ അടുത്തൊക്കെ ഉള്ള ഷോപ്പിലൊക്കെ കിട്ടും, വാങ്ങിക്കുക. ഓരോ ദിവസവും ഓരോ മോക്ക് ടെസ്റ്റ് എഴുതാം. ആദ്യം 10 മാർക്ക് കിട്ടത്തുള്ളൂ, കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. ഇവിടെ നമുക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടത് നമ്മൾ തന്നെ. എനിക്ക് ഈ പ്രാവശ്യം 10 മാർക്കേ ഉള്ളൂ, അടുത്ത പ്രാവശ്യം മോക്ക് ടെസ്റ്റ് അടുത്ത ആഴ്ച എഴുതുമ്പോൾ ഞാൻ 20 മാർക്ക് വാങ്ങിക്കും. പിന്നെ ആഴ്ചയിൽ ഒരു മോക്ക് ടെസ്റ്റ് എന്നുള്ളത് രണ്ട് മോക്ക് ടെസ്റ്റുകൾ ആഴ്ച എഴുതി തുടങ്ങുക. അതായത് നമുക്കിപ്പോൾ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട് നമ്മുടെ മുന്നിൽ. നമ്മൾ തന്നെയാണത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെ പഠിച്ചു അതെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കുക. നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നലെ ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു മണിക്കൂറോ അരമണിക്കൂറോ എടുത്ത് റിവിഷൻ എടുത്തിട്ട് പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവുക. അപ്പം നല്ലൊരു റിവിഷനും ആകും, നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. പിന്നെ വീക്കിലി ഒരു ദിവസം ഒന്നും പഠിക്കരുത് എന്ന് വെച്ചാൽ ഒന്നും പഠിക്കലെന്നല്ല, പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് എക്സാമിനായിട്ട് തയ്യാറാകാം. പിന്നെ പ്രധാനപ്പെട്ട SCRT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ചാപ്റ്റേഴ്സൊക്കെയാണ് നോക്കേണ്ടതെന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ ചെയ്യാം, അതിൻ്റെ അത്രയും ചാപ്റ്റേഴ്സും SCRT നോക്കണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറാകാം. ഇനി നല്ലൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അഡ 24/7 മലയാളവും ഇതിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ച് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ ഗൂഗിളിലേക്ക് പോവുക, അഡ 24/7 മലയാളം കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ്. ഇവിടെ കുറേ പ്രോഡക്റ്റുകൾ കാണാം. ഇവിടെ നമ്മുടെ പ്രോഡക്റ്റ് അഥവാ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് LGS ബാച്ച് കൊടുക്കുക. വേരിയസ് LGS ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കിയിട്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ കേരള PSC എടുക്കുക, അതിലേക്ക് നോക്കുക. അപ്പോൾ PSC കോഴ്സുകൾ മാത്രമായിട്ട് വരും. ഇവിടെ വേരിയസ് LGSൻ്റെ ബാച്ച് ഇതാ കിടപ്പുണ്ട്. അപ്പോൾ ബാച്ച് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ കണ്ടു നിങ്ങൾ ഡബിൾ വാലിഡിറ്റി ഓഫറാണ്. അതായത് ഇന്ന് ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റി ആണ്. മന്ത് എൻഡ് സ്പെഷ്യൽ ഓഫറാണ്. പിന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ ലൈവാണ്. ലൈവ് പറ്റിയില്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോ കിട്ടും. 4 hours റെക്കോർഡഡ് വീഡിയോ അവൈലബിളാണ്. ഇത് നിങ്ങൾക്ക് 2 വർഷത്തേക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിലുണ്ടാകും. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ്സുകളൊന്നും കൊടുക്കുന്നില്ല, ലൈവ് ക്ലാസ്സുകളിൽ അധ്യാപകർ ഡൗട്ട് ചോദിക്കാം. ടെലഗ്രാം ചാനലുണ്ട്, അവിടെ മെൻറ്ററുണ്ട് ഡൗട്ട് ക്ലിയറിങ്ങിനായിട്ട്, നോട്ട്സൊക്കെ കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് 69 ടെസ്റ്റ് സീരീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ഡ്രോബാക്ക്, നമുക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക് ഏതാണ്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക് ഏതാണ്, ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് പറ്റും. അതിനായി നമുക്ക് ഇതും അവൈലബിൾ ആണ്. സോ നിങ്ങളിവിടെ ബൈ നൗ കൊടുക്കാം. ബൈ നൗ കൊടുക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കോഡ് ഉണ്ട്, Y362 Y362 എന്ന കോഡ് കൊടുക്കുക. മന്തിൻ്റെ സ്പെഷ്യൽ ഓഫറായിട്ട് 299 ഡിസ്കൗണ്ടും കഴിഞ്ഞ് 1464 രൂപയാണ് കോഴ്സ് ഫീ. ഫിൽ ഡീറ്റെയിൽസ്, പേരും ഫോൺ നമ്പറും കൊടുക്കുക. 3rd ഓപ്ഷൻ പേയ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. കോഴ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്ത കോഴ്സ് കാണാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവിടെ മൈ കോണ്ടൻറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്ത നിങ്ങളുടെ കോഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കോഴ്സ് കാണാവുന്നതാണ്. അതായത് ജസ്റ്റ് പ്ലേ സ്റ്റോറിലേക്ക് ചെല്ലുക. അവിടെ അഡ 24/7 എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. 2ാമത് സ്റ്റേറ്റ് എക്സാം, 3ാമത് കേരളയുണ്ട്. അവിടെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് കാണാവുന്നതാണ്. ദെൻ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, അവസരം ഈ ഒരു LGSൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഡിഗ്രി ഉള്ളതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയി ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. പിന്നെ ഡിഗ്രി ഉള്ളവരില്ലാത്തതുകൊണ്ട് കോമ്പറ്റീഷൻ കുറവായിരിക്കും. അങ്ങനെയൊന്നും വിചാരിക്കരുത്. ചിലപ്പം ഇപ്പം ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥികളും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരമാണ്. പഠിച്ച് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലൊരു ജോലി, അതിലല്ലേ നമുക്കും വേണ്ടത്. അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാം. നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്കിനോടൊപ്പം സ്മാർട്ട് വർക്ക്. അപ്പം ഞാൻ ഇപ്പം തന്ന ഇത്രയും ടോപ്പിക്കുകൾ ആദ്യം അങ്ങ് പഠിച്ചു തീർക്കണം. ഇനി കുറച്ച് SCRT ചാപ്റ്റേഴ്സ് ഉണ്ട്,
വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ഞാൻ പറയാം, ആ ചാപ്റ്റേഴ്സും പഠിക്കുക. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്